നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വിമാനങ്ങളുടെ എല്ലാം ഒരു ഘോഷയാത്ര നടക്കുകയാണ്. നമ്മുടെ നോർമൽ എയർപോർട്ട്സ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒത്തിരി പുതിയ സർവീസുകൾ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് സീപ്ലെയിൻ വരികയാണ്, അല്ലെങ്കിൽ സീപ്ലെയിൻ വന്നു കഴിഞ്ഞു. നമ്മുടെ കൊച്ചി മൂന്നാർ സർവീസാണ് ആദ്യമായി തുടങ്ങിയത്. എന്നാൽ ശരിക്കും ഇത് ഏകദേശം 10-11 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതായത് 2013 അന്ന് അഷ്ടമുടി കായലിലാണത് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് ആ ഒരു പ്രോജക്റ്റ് ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലായി. അന്ന് ഈ പ്രോജക്റ്റ് നടന്നിരുന്നെങ്കിൽ അത് കൊല്ലം ജില്ലയ്ക്ക് ഒരു വൻ മാറ്റം കൊണ്ടുവരാൻ ഉതകുന്ന ഒരു പ്രോജക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രത്യേക സാഹചര്യങ്ങൾ അറിയാമല്ലോ. ആൾക്കാർക്ക് ദീർഘവീക്ഷണം വളരെ കുറവാണ്. പിന്നെ എന്തു പറഞ്ഞാലും പ്രകൃതിയുമായിട്ട് വരും. അത് പ്രകൃതിക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന് യഥാർത്ഥത്തിൽ അവർ അന്വേഷിക്കാറ് പോലുമില്ല, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ വയബിലിറ്റി പോലും നോക്കത്തില്ല. വയബിലിറ്റി എന്ന് പറയുന്ന എന്ത് സെൻസ് ആയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് അത് എത്രത്തോളം ഉപകാരപ്പെടും. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒത്തിരി പ്രൊജക്റ്റുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനെ ആരും എതിർക്കില്ല. എന്നാൽ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് തുടങ്ങുന്ന പ്രകൃതിയെ അധികം ബുദ്ധിമുട്ടിക്കാത്ത പ്രൊജക്റ്റുകളെ നല്ലോണം തകർക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സീപ്ലെയിൻ. നമ്മൾ 11 വർഷം പുറകോട്ട് പോയി എന്നാണ് അതിനർത്ഥം. ഇത്രയും കാലമെടുത്തു അങ്ങനെ ഒരു സീപ്ലെയിൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. നമ്മുടെ നാട്ടിലെ ഗ്രാമീണ സൗന്ദര്യവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ എവിടെ വെച്ചാലും ഫ്രെയിംസാണ്. മിക്കവാറും സ്ഥലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൂടുതലും നമുക്ക് ഈ സീപ്ലെയിൻസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഗ്രാമപ്രദേശത്തേക്കാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കണക്ടിവിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ നല്ലൊരു ശതമാനം വിദേശ നാണയം നമുക്ക് കൊണ്ടുവരാൻ ഇവിടെ പറ്റുന്നതാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഒത്തിരി ധനികരായിട്ടുള്ള ആൾക്കാരുണ്ട്. ധനികരെന്ന് പറയുന്നത് നിങ്ങൾ അംബാനി, അദാനി ആ ഒരു സെറ്റപ്പിലൊന്നും പോകരുത്. എന്നാലും അത്യാവശ്യം കാശുകാരായിട്ടുള്ള, കാശ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരിവിടെ അല്ല. ഇപ്പോൾ ഒരു ദിവസം മൂന്നാർ എന്നിട്ട് അടുത്ത ദിവസം തിരുവനന്തപുരത്തെ കോവളം വരുവാണെങ്കിൽ അവർക്ക് സീപ്ലെയിൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, മൂന്നാറിൽ നിന്ന് വണ്ടിയെടുത്ത് എറണാകുളത്ത് പോയി എറണാകുളത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വരേണ്ട അവസ്ഥയാണ്. പക്ഷേ സീപ്ലെയിൻ ഉണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് മൂന്നാറിൽ നിന്ന് തന്നെ ഇവിടെ വന്നുകൂടെ. അപ്പോൾ അതാണ് സീപ്ലെയിൻ നൽകുന്ന മറ്റൊരു തലത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പോസിബിലിറ്റി. ടൂറിസം തന്നെയാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് ആവുന്നത്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടൂറിസത്തിലൂടെയാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ വികസിക്കാൻ പറ്റുന്നത്. ലോകത്തിലെ പല വികസിത രാജ്യങ്ങളുടെയും മെയിൻ വരുമാനം എന്ന് പറയുന്നത് ടൂറിസം ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ടൂറിസം പോസിബിലിറ്റീസ് മാക്സിമം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ബോൾഗാട്ടിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ഇപ്പോൾ ഒരു സീപ്ലെയിൻ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല സർവീസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, അതുപോലെ തന്നെ കുമരകം, അതുപോലെ തന്നെ ചന്ദ്രഗിരി പുഴ, ഇടുക്കി ഡാം. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ സൗത്ത് മുതൽ നോർത്ത് വഴി ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്റ്റഡി നടക്കുന്നത് വെള്ളായണി കായലിൽ ഇത് ഇറങ്ങുന്ന പോസിബിലിറ്റിയാണ്. അങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്നാണ് ഇപ്പോൾ സ്റ്റഡികളൊക്കെ വരുന്നത്. അത് ഫുൾ പ്രൂഫ് ആയിട്ടില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മാസീവായിട്ട് ഈ അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ, അതുപോലെ തന്നെ ചന്ദ്രഗിരി പുഴ, ഇടുക്കി ഡാം, നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം പോസിബിലിറ്റികൾ. ഒരാൾക്ക് പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് അവർക്ക് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ഈസി ആയിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സീപ്ലെയിനെ സംബന്ധിച്ചിടത്തോളം അതിന് സർവീസ് നടത്തണമെങ്കിൽ ആ ഒരു ജലാശയത്തിന് 1.2 മീറ്ററിൻ്റെ ആഴം വേണം, 1500 മീറ്ററിൻ്റെ നീളം വേണം, 50 മീറ്ററിൻ്റെ വലിപ്പം വേണം. ഇതുണ്ടെങ്കിൽ നമുക്ക് സീപ്ലെയിൻ കൊണ്ടിറക്കാനായിട്ട് സാധിക്കും. അതും വിവിധ വലിപ്പത്തിലുള്ള പ്ലെയിനുകൾ. നമുക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ റോഡ് മാർഗം പോകുന്നതിനേക്കാളും ബെറ്ററായിട്ട് സർവീസബിളാണ് നമ്മുടെ ഈ സീപ്ലെയിൻ സർവീസുകളെന്ന് പറയുന്നത്. പെട്ടെന്ന് എത്താനും കഴിയും. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൻ്റെ ആ ജർക്കിങ്ങും മറ്റു കാര്യങ്ങളും സീപ്ലെയിനുകൾക്കില്ല. നമുക്ക് നോർമൽ പ്ലെയിന് പോലെ തന്നെ ഏകദേശം ആ ഒരു കംഫർട്ടും മറ്റു കാര്യങ്ങളെല്ലാം സീപ്ലെയിനിൽ ലഭിക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപിലേക്കൊക്കെ നമുക്ക് ഈ സർവീസ് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ലക്ഷദ്വീപിലേക്കുള്ള ടൂറിസവും ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മുടെ തൊട്ടടുത്താണ് മാൽഡീവ്സ് പോലുള്ള ഇൻ്റർനാഷണൽ കൺട്രീസ് കിടക്കുന്നത്. അവിടോട്ടേക്കും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് സർവീസും അവിടെ നിന്ന് ഇങ്ങോട്ട് വൈസ വെർസയും കാര്യങ്ങൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു ടൂറിസം ഫ്ലോ തന്നെ കൊണ്ടുവരാം. നമുക്കൊരു സീ പ്ലെയിൻ ടൂറിസം വെച്ചിട്ട് നമുക്കിവിടെ അത്ഭുതങ്ങൾ തീർക്കാനായിട്ട് സാധിക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ പല സർവേകളും നടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പല ആ ഒരു പോയിന്റ്സും, അതായത് നമ്മൾ നേരത്തെ വെള്ളായണിക്കായൽ, ചന്ദ്രഗിരി പുഴ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാണാസുരയ്ക്ക്, ഇതെല്ലാം സ്റ്റഡി നടത്തി കേരള ഹൈഡ്രോഗ്രാഫിക് സർവേ രീതിയിലുള്ള പഠനങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഒരു ഏകദേശം ഫുൾ പ്രൂഫ്, നേരത്തെ ഞാൻ പറയാം ഫുൾ പ്രൂഫ് നമുക്ക് ഇത് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പരീക്ഷണ പറക്കലാണ് ഇപ്പോൾ കഴിഞ്ഞത്. അത് ഒരു ഫുൾ ഫ്ലഡ്ജ് സിസ്റ്റത്തിലേക്ക് ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇത് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. 2013 കാണിച്ച മണ്ടത്തരം നമ്മൾ ഇനി കാണിക്കരുത്. ചിലപ്പം നമ്മളെ എതിർക്കാനുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡിന് വിരുദ്ധരായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അവർക്ക് അവരുടെ പോയിന്റ്സ് ഇതിൽ വന്ന് പറയാവുന്നതാണ്. ആ പോയിന്റ്സും കാമ്പുള്ളതാണെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് വിമർശനങ്ങളെല്ലാം നടത്താവുന്നതാണ്. അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇടാവുന്നതാണ്. രണ്ട് രീതിയിലുള്ള കമൻസും ഇടാവുന്നതാണ്. എല്ലാവരും ദയവ് ചെയ്ത് കമൻസ് ഇടുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്കാവുന്ന കമൻസിലൂടെയാണ്. അതാണ് മുഖ്യ യൂട്യൂബേഴ്സും കമൻസ് ഇടാനായിട്ട് പറയുന്നത്. ഈ വീഡിയോ മാക്സിമം പേരിൽ എത്താനാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും വീഡിയോസ് കുറേ പേരിൽ എത്തുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മളെ യൂട്യൂബിൻ്റെ രീതി. വളരെ മോശം രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും മാക്സിമം വീഡിയോസ്, നമ്മളെ വീഡിയോ സ്ഥിരമായി കാണുന്നവർ ഒത്തിരി പേര് കാണുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം ബ്രണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രിസ് കേരള.